Romans chapter 10 verse 9. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. വീണ്ടും ജന സമയത്ത് രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നു. അതിന് ആസ്പദമായി യെശയ്യാ ചാപ്റ്റർ 61 verse 10. ആനന്ദിക്കും, എന്റെ ഉള്ളം എന്റെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. മണവാളൻ തലപ്പാവ് അണിയുന്നത് പോലെയും മണവാട്ടി ആഭരണങ്ങളാൽ തന്നെ താൻ അലങ്കരിക്കുന്നത് പോലെയും അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ച് നീതി എന്ന അങ്കി ഇടുവിച്ചിരിക്കുന്നു. രക്ഷാവസ്ത്രം എന്ന് പറയുന്നത് എന്താ? ഉടയാട, ഗാർമെന്റ് ഓഫ് സാൽവേഷൻ ആൻഡ് റോബ് ഓഫ് റൈറ്റസ്നെസ്. രണ്ട് നമ്മുടെ ആത്മാവിൽ സംഭവിച്ച കാര്യമാണ്. എന്താണ്? യേശുവിനെ ഒരു വ്യക്തി അതിനെ കൊണ്ട് ഏറ്റുപറഞ്ഞ് ഹൃദയത്തിൽ വിശ്വസിക്കുമ്പോൾ ആ വ്യക്തിയുടെ ആത്മാവിനെ എന്ത് സംഭവിക്കുന്നു? പുതിയ സൃഷ്ടിയാവുകയാണ്. അപ്പൊ നമ്മുടെ ആത്മീയ ശരീരത്തിൽ എന്തൊക്കെയുണ്ട്? അവിടെ വസ്ത്രമുണ്ടെന്ന് യെശയ്യാ പറയുന്നു. അവിടെ ഇതിന്റെ ശരീരത്തിൽ വസ്ത്രമുണ്ട്, മേലങ്കി അണിയിച്ചിട്ടുണ്ട്. അല്ലെ? നമ്മുടെ ആത്മീയ ശരീരത്തിൽ എന്തുണ്ട്? വസ്ത്രമുണ്ട്, മേലങ്കി അണിയിച്ചിട്ടുണ്ട്. അവിടെ പറഞ്ഞു നോക്കിയേ, മണവാളൻ തലപ്പാവ് അണിയുന്ന പോലെയും മണവാട്ടി ആഭരണങ്ങളാൽ തന്നെത്താൻ അലങ്കരിക്കുന്ന പോലെയും അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ചു. അപ്പൊ വീണ്ടും ജനിക്കുന്ന സമയത്ത് അവൻ രക്ഷയുടെ വസ്ത്രം നമ്മളെ ധരിപ്പിച്ചു, കർത്താവ് ധരിപ്പിച്ചു. ഹല്ലേലൂയ. The garment of salvation and robe of righteousness. അപ്പൊ ആത്മീയ ശരീരത്തിൽ എന്തുണ്ട്? ഒരു വസ്ത്രം ധരിപ്പിച്ചു. നമ്മൾ ബോധഹീനായ സമയത്ത് നമ്മളെ രക്ഷാവസ്ത്രം ധരിപ്പിച്ചു. പിന്നെ അവിടെ എന്താ പറയുന്നത്? നീതി എന്ന അങ്കി അണിയിപ്പിച്ചിരിക്കുന്നു. അവിടെ മേലങ്കി അണിയിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ അവിടെ സംഭവിച്ചിരിക്കുകയാണ്. അപ്പൊ യേശുവിന്റെ രക്തം കൊണ്ട് നമ്മളെ കഴുകി നമ്മളെ ശുദ്ധീകരിച്ചു. അപ്പോൾ ശുദ്ധീകരിക്കപ്പെട്ടത് നമ്മുടെ അകത്യ മനുഷ്യനെ എന്തായി? അകത്യ മനുഷ്യനാണ് ശുദ്ധീകരിക്കപ്പെട്ടത്. നമ്മൾ ബോണവിനായപ്പോൾ നമ്മുടെ അകത്തെ മനുഷ്യനാണ് ശുദ്ധീകരിക്കപ്പെട്ടത്. അത് യേശുവിന്റെ നിർമ്മല രക്തത്താൽ, സംസാരിക്കുന്ന യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ അതിവിശുദ്ധ രക്തത്താൽ പരിശുദ്ധാത്മാവാകുന്ന ദൈവം എന്ത് ചെയ്തു? അത് കഴുകി. എന്നിട്ട് എന്ത് ചെയ്തു? രക്ഷയുടെ വസ്ത്രം നമ്മൾ ധരിപ്പിച്ചു. അതാ പറയുന്നത് ഗാർമെന്റ് ഓഫ് സാൽവേഷൻ ആൻഡ് റോബ് ഓഫ് റൈറ്റസ്നെസ്. ഹല്ലേലൂയ. അവിടെ മേലങ്കി അണിയിച്ചു. ഹല്ലേലൂയ. അപ്പോൾ പാപത്തിന്റെ കറ പുരണ്ട ആ മനുഷ്യനെ, അന്ധകാരത്തിന്റെ അടിമത്തത്തിലായിരുന്ന മനുഷ്യനെ ഒരു വ്യക്തി എന്ത് ചെയ്തു? ഹൃദയം കൊണ്ട് അവനെ മരിച്ചവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്തു. യേശുവേ, നീ രാജാവാണ്. യേശുവേ, നീ ദൈവമാണ്. യേശുവേ, നീ രക്ഷിതാവാണെന്ന് അവന്റെ ഹൃദയത്തിൽ നിന്ന് അത് വിശ്വസിച്ചുകൊണ്ട് അവൻ സ്വീകരിച്ചപ്പോൾ അവിടെ എന്ത് ചെയ്തു? രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു. രക്ഷയുടെ വസ്ത്രം കൊണ്ട് അവൻ എന്ത് ചെയ്തു? അവൻ രക്ഷയുടെ വസ്ത്രം അവനെ ഉടുപ്പിച്ചു. നീതിയുടെ മേലങ്കി കൊണ്ട് അവനെ അണിയിപ്പിച്ചു. അപ്പോൾ ആത്മാവിന് എന്തുണ്ട്? വസ്ത്രമുണ്ട്. ആത്മാവിന് എന്തുണ്ട്? മേലങ്കിയുണ്ട്. ഹല്ലേലൂയ. ആത്മാവിന് കണ്ണുണ്ട്, ചെവിയുണ്ട്, മൂക്കുണ്ട്. ഇങ്ങനെ പദത്തിൽ പറയുന്നല്ലോ, അവൻ കേൾക്കാൻ കഴിയാത്തവണ്ണം അവന് ചെവി നന്നായിട്ടില്ല. അപ്പോൾ അവന് കേൾക്കാൻ ചെവിയുണ്ട്. ആ ദൈവത്തിന്റെ ആത്മാവാണ് നമ്മുടെ അകത്ത് കയറിയിരിക്കുന്നത്. അതുകൊണ്ട് രക്ഷയുടെ വസ്ത്രം നമ്മൾ ധരിപ്പിച്ചു. അന്ധകാര പ്രവൃത്തിയിൽ പെട്ടുകിടക്കുന്ന മനുഷ്യൻ, പാപത്തിന്റെ കരയിലായിരിക്കുന്ന മനുഷ്യനെ എന്ത് സംഭവിച്ചു? ഹല്ലേലൂയ. അവിടെ പരിശുദ്ധാത്മാവ് യേശുവിന്റെ രക്തത്താൽ കഴുകി അവനെ ശുദ്ധീകരിച്ച് അവനെ പുറത്തെടുത്തു. ഹല്ലേലൂയ. വായിക്കാം. 1 John chapter 1:7-8. വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. Are living in the light as God is in the light, then we have fellowship with each other, and the blood of Jesus, his son, cleanses us from all sin. His blood of Jesus cleanses us from all sin. Amen. Hallelujah. അവിടെ cleanses എന്ന് പറയുന്നത് എന്താണ്? അവിടെ കഴുകുകയാണ്, നമ്മളെ ശുദ്ധീകരിക്കുകയാണ്. അതിന്റെ ഗ്രീക്ക്
ഓക്കെ, KATHOROS. അതിന്റെ അർത്ഥം മലയാളത്തിൽ ശുദ്ധീകരിക്കുക. അപ്പൊ അതിന് ഇംഗ്ലീഷ് അർത്ഥം ക്ലൻസിങ്, ചെളി കഴുകിക്കളയുക, വൃത്തിയാക്കുക. അപ്പോൾ അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ക്ലെൻസസ്. അതിന്റെ കാത്രോൾ ഒന്നുകൂടി ആ ഗ്രീക്ക് പദം പറയാം, KATHAROS. ചെളിയിൽ നിന്ന്, ആ പാപത്തിന്റെ ചെളിയിൽ നിന്ന്, പാപത്തിന്റെ കറപുരണ്ട അവസ്ഥയിൽ നിന്ന്, അന്ധകാരത്തിന്റെ പ്രവൃത്തിയിൽ നിന്ന്, നിന്റെ അകത്തുള്ള മനുഷ്യൻ പെട്ടുകിടന്നപ്പോൾ പരിശുദ്ധാത്മാവെന്ന ദൈവം നീ ഹൃദയം കൊണ്ട് യേശുവേ രാജാവേ രക്ഷിതാവേ എന്ന് അവനെ വിശ്വസിച്ച് പറഞ്ഞപ്പോൾ, നീ അവനെ സ്വീകരിച്ചപ്പോൾ എന്ത് ചെയ്തു? അവിടെ നീ വീണ്ടും ജനിക്കുവാനിടയായി. അവിടെ സംഭവിച്ചു, രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു. എന്താണ് സംഭവിച്ചത്? ശരീരത്തിൽ നമ്മുടെ ആത്മീയ ശരീരത്തിൽ ഒരു വസ്ത്രം വന്ന് വീണു. ഒരു മേലങ്കി വന്ന് വീണു. The garment of salvation and robe of righteousness. യേശുവിന്റെ വ്യക്തി അതിനെ കൊണ്ട് ഏറ്റുപറഞ്ഞ് ഹൃദയത്തിൽ വിശ്വസിക്കുമ്പോൾ ആ വ്യക്തിയുടെ ആത്മാവിൽ പുതിയ സൃഷ്ടിയാവുകയാണ്. യേശുവിന്റെ രക്തം നമ്മളെ കഴുകി നമ്മളെ ശുദ്ധീകരിക്കുന്നു. അപ്പോൾ ശുദ്ധീകരിക്കപ്പെട്ടത് നമ്മുടെ അകത്തെ മനുഷ്യനാണ്. അകത്തെ മനുഷ്യനായ സ്പിരിറ്റ് അത് റിയലായി സംഭവിച്ച കാര്യമാണ്. നമ്മുടെ ഫിസിക്കൽ ബോഡിയിലുള്ള കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ കഴിയത്തില്ല. എന്നാൽ അകത്തെ കണ്ണുകൊണ്ട് കണ്ട് ജീവിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അകത്തെ കണ്ണു തുറന്നാൽ ഈ സംഭവിച്ചത് എന്താണെന്ന് റിയലായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ ബോണഗനായ ഒരു വ്യക്തി അവന് എന്തുണ്ട്? രക്ഷാവസ്ത്രമുണ്ട്. അവന്റെ ശരീരത്തിൽ വസ്ത്രമുണ്ട്. നമ്മൾ ഫിസിക്കൽ ബോഡിയിൽ ഇപ്പോൾ വസ്ത്രം ധരിക്കുന്ന പോലെ നമ്മുടെ ആത്മാവ് രക്ഷിക്കപ്പെട്ടപ്പോൾ ഒരു രക്ഷാവസ്ത്രം കർത്താവ് തന്നു, ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് തന്നു. ആ വസ്ത്രത്തിനാണ് ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് നമ്മളെ. അവിടെ നിന്നാണ് അടുത്ത സ്റ്റെപ്പുകൾ കയറി. അതിൻ്റെതായിട്ടുള്ള വില കൊടുത്തിട്ടാണ് കർത്താവ് അവനെ അവിടെ രക്ഷയുടെ വസ്ത്രം ധരിപ്പിച്ചിരുത്തിയിരിക്കുന്നത്, മേലങ്കി അണിപ്പിച്ചിരുത്തിയിരിക്കുന്നത്. എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് രക്ഷിക്കപ്പെടുകയല്ല, അതിൻ്റെതായിട്ടുള്ള ആ കുരിശിൽ അതിൻ്റെതായിട്ടുള്ള വില കൊടുത്ത് കർത്താവ് എന്ത് ചെയ്തു? ഈ രക്ഷാവസ്ത്രം നമുക്ക് നൽകി തന്നു. രാജാവായ ദൈവമേ, രക്ഷിതാവായ ദൈവമേ എന്നൊരു വ്യക്തി നിലവിളിക്കുമ്പോൾ ഞാൻ നിന്നെ സ്വീകരിക്കുന്നു, എന്റെ പാപത്തിന്റെ കറാവെന്ന് മാറ്റണമേ, അന്ധകാര പ്രവത്തിൽ നിന്ന് അവൻ രക്ഷിക്കണമേ എന്ന് നീ കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ജീവിക്കുന്ന യേശുവിന്റെ രക്തം, അതിവിശുദ്ധമായ യേശുവിന്റെ രക്തം, സംസാരിക്കുന്ന യേശുവിന്റെ രക്തം, നിർമ്മലമായ യേശുവിന്റെ രക്തം, പരിശുദ്ധാത്മാവ് ദൈവം അതെടുത്ത് ആ മനുഷ്യന്റെ പാപത്തിന്റെ കറ മാറ്റിക്കളയുന്നു, അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ ജീവിതത്തിൽ മാറ്റിക്കളയുന്നു, അവനെ പുതിയ സൃഷ്ടിയാക്കുന്നു. ഇനി ഈ പാപത്തിലേക്ക് പോകരുത്, ഇനി നിന്നെ കൊണ്ട് എനിക്ക് ഉപയോഗിക്കുവാനുണ്ട്. ഇനിയാണ് അടുത്ത സ്റ്റെപ്പ് മുന്നോട്ട് പോകുന്നത്. അവന് പാരായി ദൈവത്തിന്റെ പ്രിയ പുത്രനായി, ദൈവത്തിന്റെ പ്രിയ പുത്രിയായി. അവൻ സ്വർഗ്ഗവാതിലുകൾ തുറക്കപ്പെട്ടു. അവനുവേണ്ടി പോർട്ടലുകൾ തുറക്കപ്പെട്ടു. അവനുവേണ്ടി സ്വർഗീയ അധികാരങ്ങൾ തുറക്കപ്പെട്ടു. അവൻ ഓരോ സ്റ്റെപ്പായി മുന്നോട്ട് കുതിക്കുകയാണ്. അവൻ അപ്പന്റെ അവകാശിയായി തീർന്നു. അവൻ അപ്പന്റെ സർവ്വശക്തിയും അവനെ വന്നു പതിഞ്ഞു. അതുകൊണ്ട് ഈ രാജാവാണെന്ന് പറയുന്നത് ശരി തന്നെയാണ്. യേശുവിനെ കുറിച്ച് ചോദിച്ചപ്പോൾ നീ രാജാവാണോ? അതെ എന്ന് പറയുന്നത് പോലെ നമ്മുടെ സിംഹമായ കർത്താവിന്റെ മക്കളാവുന്ന നമ്മൾ, സിംഹമായ കർത്താവ് മക്കളാവുന്ന നമ്മൾ രാജാവ് തന്നെയാണ്. മുൻപോട്ടുള്ള യാത്രയിലേക്ക് അവൻ നിന്നെ ധരിപ്പിച്ചിരിക്കുകയാണ്. ദൈവത്തെയാണ് കാണുന്നത്. നിന്നെ കാണുമ്പോൾ അവന്റെ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ അകത്തേക്ക് വന്നിരിക്കുന്നത്. നിന്നെ കഴിവ് കണ്ടിട്ടല്ല അവൻ ഓടിപ്പോകുന്നത്. എന്റെ ആത്മാവ് നോക്കുമ്പോൾ ദൈവമാണ് ഇരിക്കുന്നത്. നീതി ധരിപ്പിച്ചിരിക്കുകയാണ്, എന്റെ ആത്മാവ് രക്ഷാവസ്ത്രം ധരിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പിശാച് നമ്മുടെ അടുത്ത്
നിന്ന് മാറിപ്പോകുന്നതാ. ഹല്ലേലൂയ. അതുകൊണ്ട് പിശാചേ അവൻ എപ്പോഴും നമ്മുടെ താഴ്ചമുട്ടിലാണ്. നമ്മളെപ്പോഴും നീതിയുടെ കാര്യം ചിന്തിച്ചു പോകേണ്ടവരാണ്. നമ്മളെപ്പോഴും രക്ഷയുടെ കാര്യം ചിന്തിച്ചു പോകേണ്ടവരാണ്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ വചനത്തിൽ ആമേൻ ഓരോ വാക്കുകളും ആമേൻ അതിൻ്റെതായിട്ടുള്ള മർമ്മങ്ങൾ, അതിൻ്റെതായിട്ടുള്ള മിസ്ത്രികൾ വെളിപ്പെടുത്തുമ്പോൾ ആമേൻ ഹല്ലേലൂയ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മുന്നിലേക്ക് നയിക്കുന്നു, നമ്മുടെ മുന്നിലേക്ക് അവൻ വളരുവാൻ അവൻ നമ്മളെ കൊണ്ട് ഉദ്ദേശിക്കുന്നു. സ്വരൂപത്തിൽ നമ്മൾ വളരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അതിന്റെ മിസ്ത്രികൾ ദൈവം വെളിപ്പെടുത്തി തരുന്നത്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. അനേകർ ഇവിടെ കടന്നു വന്ന രക്ഷയിലേക്ക് അവൻ കടന്നു വരണം. ആ രക്ഷയുടെ വസ്ത്രം ധരിക്കണം. ആ നീതിയുടെ മേലേക്ക് അവർ അണിയിക്കണം. ഹല്ലേലൂയ. അതിനെ നമ്മൾ ഹല്ലേലൂയ ഒരുക്കപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ.